നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഫ്രാൻസിലെ അതിസമ്പന്നരുടെ പർദീസ ക്യാപ് ഫെററ്റ് ഉപദ്വീപിനെ തെക്കു പടിഞ്ഞാറൻ ഫ്രാൻസിലെ ബോർഡോ നഗരവുമായി ബന്ധിപ്പിക്കുന്ന പാത 41 മൈൽ ദൈർഘ്യമുള്ള ഈ പാതയിലൂടെ യാത്ര ചെയ്ത് പാരീസിൻ്റെ 4 ഇരട്ടി വലിപ്പമുള്ള ഒരു പ്രദേശത്തെത്താം. അവിടെ താമസിക്കുന്ന 2,60,000-ലധികം ആളുകൾ, അവരുടെ ആഡംബര വീടുകൾ. ഫ്രാൻസിലെ അഭൂതപൂർവമായ ഒരു കാട്ടുതീയുടെ പ്രഭവ കേന്ദ്രമായി ഈ പ്രദേശം മാറി. ഫ്രാൻസിന്റെ പർദീസി എന്നാണ് ഈ പ്രദേശം അറിയപ്പെട്ടിരുന്നത്. കോടീശ്വരന്മാരുടെ ഇഷ്ടവീടുകൾ. ഇപ്പോൾ ഈ പാതയിലൂടെ കടന്നു ചെല്ലുന്നവർക്ക് കാണാൻ കഴിയുന്നത് ഇരുവശത്തും കത്തി നശിച്ച കാറുകൾ. പച്ചപ്പ് നിറഞ്ഞ പൈൻ വനത്തിന്റെ അവശിഷ്ടങ്ങൾ, ഇപ്പോൾ കത്തി നശിച്ച മരക്കൊമ്പുകൾ മാത്രം. നരകത്തിലേക്കുള്ള പാതയെന്നാണ് ഡെയിലി മെയിൽ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഈ പാതയെ ഇപ്പോൾ വിശേഷിപ്പിക്കുന്നത്. രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം രാജ്യത്തുണ്ടായ ഏറ്റവും വിനാശകരമായ സംഭവങ്ങളിലൊന്നാണ് എന്ന് മാക്രോൺ ഈ കെടുതിയെ വിശേഷിപ്പിക്കുന്നു. പാരീസിൽ താമസിക്കുന്ന അതിസമ്പന്നരായ കോടീശ്വരന്മാരുടെ സെക്കൻഡ് ഹൗസ്, അവരുടെ അവധിക്കാല വസതികളാണ് കത്തിയെരിഞ്ഞത്. ജൂലൈ 12-ന് ക്യാപ് ഫെററ്റിലെ വനങ്ങളിൽ ആരംഭിച്ച കാട്ടുതീ പിന്നീട് പടിഞ്ഞാറോട്ട് തീജ്വാലകൾ ആളിപ്പടർന്നു. ശക്തമായ കാറ്റ് കാരണം അന്നു മുതൽ ബോർഡോയെ ക്രമാനുഗതമായി തീ വിഴുങ്ങിക്കൊണ്ടിരുന്നു. കൊടും താപനില ഉയർന്നത് തീയണയ്ക്കാനുള്ള എല്ലാ ശ്രമങ്ങളെയും പരാജയപ്പെടുത്തി. വൈൻ നിർമ്മാണ തലസ്ഥാനമായ ബെലാറസിലെത്തിയ ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞു, വരും ആഴ്ചകൾ നമുക്കേറെ കഠിനമായിരിക്കും. ഫ്രാൻസ് പിടിച്ചു നിൽക്കണമെന്നാണ് ഇമ്മാനുവൽ മാക്രോൺ തന്റെ ജനതയോട് ആവശ്യപ്പെടുന്നത്. സെന്റ് ജീൻ ഡി ഇലാക്, ലെജ് ക്യാപ് ഫെററ്റ് എന്നീ പട്ടണങ്ങൾക്കിടയിലുള്ള D106 എന്ന പാത. ഈ പാതയ്ക്ക് ഇരുവശവുമുള്ള വീടുകൾ ഇപ്പോൾ തീ വിഴുങ്ങി അസ്ഥിപഞ്ജരങ്ങളായി നിൽക്കുന്നു. ഫ്രഞ്ചിലെ അതിസമ്പന്ന കുടുംബങ്ങളാണ് ഇവിടെ താമസിച്ചിരുന്നത്. സമ്പന്നമായ വീഞ്ഞ് കൃഷിയാണ് മിക്കവരുടെയും ഒരു ഹോബി. D106 പാതയിലൂടെ മുന്നോട്ടു പോകുമ്പോൾ ഇരുവശത്തും കത്തിയമർന്ന വീടുകൾ, പൂന്തോട്ടങ്ങളിലെ കൊത്തുപണികളും കത്തിയ ലോഹവും മരച്ചില്ലകളുമൊക്കെ ഏറെ ദയനീയത പടർത്തുന്ന കാഴ്ചകൾ. ആ പ്രദേശം ഭയാനകമാം വിധം ശാന്തമാണ് എന്ന് മാധ്യമങ്ങൾ. എന്നാൽ തീ വിഴുങ്ങി ആ പ്രദേശമാകെ അനുഭവിച്ച കെടുതിയുടെ വ്യാപ്തി എല്ലാ ഇടങ്ങളിലും നമുക്ക് കാണാം. പാതയ്ക്കിരുവശവുമുള്ള വീടുകൾ കത്തിയെരിഞ്ഞു നിൽക്കുന്നു. ആ വീടുകളോട് ചേർന്നുള്ള നീന്തൽക്കുളങ്ങളിലെ വെള്ളത്തിന് പോലും കറുപ്പ് നിറം. റോഡിനിരുവശത്തും തകർന്ന മേൽക്കൂരകളിലെ ഓടുകൾ നിറഞ്ഞു കിടക്കുന്നു. തകർന്നു കിടക്കുന്ന വൈദ്യുതി കേബിളുകളും കമ്പികളും. പല വീടുകളുടെയും അസ്ഥികൂട അവശിഷ്ടങ്ങൾക്കിടയിലൂടെ വേണം മുന്നോട്ട് സഞ്ചരിക്കാൻ. D106 മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ അതും അറ്റ്ലാന്റിക് തീരത്തേക്ക് കത്തി നശിച്ച ബംഗ്ലാവുകളുടെ നീണ്ട നിര. കത്തിയമർന്ന കപ്പൽ നിർമ്മാണശാലകളുടെ ഫോട്ടോകൾ വിദേശ മാധ്യമങ്ങളിൽ വരുന്നു. വനം പ്രദേശങ്ങളിൽ നിറയെ തീപിടിച്ചു ചത്ത മൃഗങ്ങളുടെ കരിഞ്ഞ അസ്ഥികൂടങ്ങൾ. ഗൂഗിൾ സ്ട്രീറ്റ് വ്യൂവിലൂടെ 4 മാസങ്ങൾക്ക് മുൻപെടുത്ത ചിത്രങ്ങൾ പലരും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്നു. ഒരു സമ്പന്നതയ്ക്കും തടഞ്ഞു നിർത്താൻ കഴിയില്ല ഇത്തരം കാട്ടുതീകൾ. കിഴക്കും പടിഞ്ഞാറും ഇരുദിശകളിലുമായി ഇരട്ടവരി പാതയാണ് D106. അവിടുത്തെ വേഗപരിധി 68 മൈൽ. സൈഡ് റോഡുകളിലായി കറുത്തിരണ്ട ടെലിഗ്രാഫ് തൂണുകൾ നിറയെ കാണാം. ആ പ്രദേശത്തെ കർഷകർ ഇപ്പോഴും തീയോട് മല്ലടിച്ചുകൊണ്ടിരിക്കുന്നു. പലരും അവശേഷിക്കുന്ന തങ്ങളുടെ കൃഷിത്തുണ്ടുകൾ സംരക്ഷിക്കാനായി ഇപ്പോഴും രാപകൽ അവിടെ ജോലി ചെയ്യുന്നു. നിരവധി വീടുകളും ഏക്കർ കണക്കിന് വനഭൂമിയും നശിപ്പിക്കപ്പെട്ടു. കൃഷിഭൂമികളൊക്കെ തീ വിഴുങ്ങി. വാരാന്ത്യങ്ങളിലും അവധി ദിനങ്ങളിലും ചെലവഴിക്കാൻ രണ്ടാമത്തെ വീടുകളിലെത്തുന്ന സമ്പന്നർ ഈ പ്രദേശത്തെ സാധാരണ വിശേഷിപ്പിച്ചിരുന്നത് ന്യൂയോർക്കിന് പുറത്തുള്ള ഹാംപ്ടൺസിനോട്. കരിപിടിച്ചു നിൽക്കുന്ന കറുത്ത വീടുകൾ. ഈ വീടുകൾ നമുക്ക് ദുരന്തത്തിന്റെ വ്യാപ്തി പറഞ്ഞു തരും. വല്ലാത്തൊരു ജീർണാവസ്ഥയാണ് ആ പ്രദേശത്തിന്. ചില വീടുകളുടെ മുന്നിൽ കുട്ടികളുടെ ബൈക്കുകൾ, ഊഞ്ഞാൽ, സ്ലൈഡ് എന്നിവ ഏറെ സങ്കടമുണ്ടാക്കുന്നു. ഇതിനകം കത്തി നശിച്ചത് 40,000 ഹെക്ടർ ഭൂമി. എല്ലാ ദിശകളിലേക്കും വ്യാപിക്കുന്ന ഒരു കാട്ടുതീ. അതിനെ തടഞ്ഞു നിർത്താൻ അത്ര എളുപ്പമായിരുന്നില്ല. ബോർഡോയുടെ പുറം പ്രദേശങ്ങളിൽ നിന്ന് വെറും 10 മൈൽ അകലെയുള്ള മാർഷെഫ്രേം പട്ടണത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലേക്ക് തീ പടർന്നപ്പോൾ സർവ്വശക്തിയുമെടുത്ത് ഫയർഫോഴ്സ് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നു. അഗ്നിശമന സേന പ്രത്യേക ഭീമൻ സൈനിക ചരക്ക് വിമാനങ്ങൾ കൊണ്ടുവന്ന്
ആ പ്രദേശത്തെ തീ നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. വരണ്ട തീപിടുത്ത ഭീഷണിയുള്ള വനപ്രദേശങ്ങൾക്ക് മുകളിലൂടെ അവർ പലതവണ താഴ്ത്തിപ്പറന്നു. കർഷകരും വൈൻ കർഷകരും പ്രാദേശിക വ്യാപാരികളും തീ അണയ്ക്കാനുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി കൂടുതൽ ജലബോംബിംഗ് വിമാനങ്ങൾ ഫ്രാൻസിലേക്ക് അയച്ചു സ്പെയിൻ. യൂറോപ്യൻ യൂണിയൻ തിങ്കളാഴ്ച കൂടുതൽ സഹായങ്ങൾ വാഗ്ദാനം ചെയ്തു. ഹംഗറി, സ്ലോവാക്യ, ചെക്ക് റിപ്പബ്ലിക് എന്നിവിടങ്ങളിലും ഗുരുതരമായ സാഹചര്യം. സ്പെയിനിലും പല സ്ഥലങ്ങളിലും തീ ആളിപ്പടരുന്നു. ഐബീരിയൻ ഉപദ്വീപിലും പോർച്ചുഗൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലുമൊക്കെ കാട്ടുതീ ഭീഷണി അതിശക്തമാണ്. വർദ്ധിച്ചു വരുന്ന തീവ്രമായ കാലാവസ്ഥ ഉയർത്തുന്ന വെല്ലുവിളികൾ, മനുഷ്യരെയും പ്രകൃതിയെയും സംരക്ഷിക്കേണ്ട പ്രാധാന്യത്തെക്കുറിച്ചുള്ള വ്യക്തമായ ഓർമ്മപ്പെടുത്തലാണ് നമുക്ക് മുന്നിലുള്ള ഈ സംഭവങ്ങൾ. ഒരു കാട്ടുതീ ആളിപ്പടർന്നപ്പോൾ അതിസമ്പന്നരായ കുറേയേറെ മനുഷ്യർ എത്ര ദുർബലരായി മാറുന്നു എന്നതിൻ്റെ നേർക്കാഴ്ച. രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും കഠിനമായ സാഹചര്യത്തിലൂടെയാണ് തൻ്റെ രാജ്യം കടന്നുപോകുന്നത് എന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ. അയൽ രാജ്യമായ സ്പെയിനിലും ചൂട് കൂടുകയാണ്. 63,000-ലധികം ആളുകളെ അവിടെ മാറ്റിപ്പാർപ്പിച്ചു. ഫ്രാൻസിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായ ഗിറോണ്ടെ മേഖലയിൽ തീയണയ്ക്കാൻ സൈനിക എഞ്ചിനീയർമാർ അഗ്നിസേനാംഗങ്ങൾക്കൊപ്പം ചേർന്നു. ഫ്രാൻസിന്റെ കാലാവസ്ഥാ മുന്നറിയിപ്പ് ഇപ്പോഴും ശക്തമാണ്. ഉഷ്ണതരംഗ മുന്നറിയിപ്പുകളാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ തുടർച്ചയായി നൽകുന്നത്. ചൂടുള്ളതും വരണ്ടതുമായ കാലാവസ്ഥ. അത്യുഷ്ണത്തിന്റെ പിടിയിലാണ് ഫ്രാൻസും സ്പെയിനും. രാക്ഷസ കാട്ടുതീകൾ നിയന്ത്രണാതീതമായി പടരുന്നു. വിമാനങ്ങളിൽ നിന്ന് വെള്ളവും അഗ്നിശമനോപാധികളും ചീറ്റിച്ച് തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരെ പരാജയപ്പെടുകയാണ്. ഫ്രാൻസിന്റെ പ്രധാന നഗരമാണ് ബോർഡോ. ബോർഡോയ്ക്ക് 15 കിലോമീറ്റർ അകലെ വരെ തീയെത്തുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഫ്രാൻസ് നിലവിളിക്കുകയാണ്. 8.5 ലക്ഷം താമസക്കാരുണ്ട് ബോർഡോ നഗരത്തിൽ. ബോർഡോ നഗരം ഒഴിപ്പിക്കേണ്ടി വന്നാൽ ഫ്രാൻസ് നേരിടുന്ന വെല്ലുവിളി ഒട്ടും ചെറുതല്ല. തീയണയ്ക്കാനുള്ള പ്രവർത്തനങ്ങളുമായി 2,500-ലധികം അഗ്നി രക്ഷാ സേനാംഗങ്ങളും 1,500 സൈനികരും 1,200 പോലീസുകാരും രംഗത്തുണ്ട്. ഫ്രാൻസിന്റെയും സ്പെയിനിന്റെയും ചരിത്രത്തിലെ ഏറ്റവും രൂക്ഷമായ കാട്ടുതീകളിലൊന്ന്. ഫ്രാൻസിൽ ഇതുവരെ 3.25 ലക്ഷം പേരെ ഒഴിപ്പിച്ചു. കാട്ടുതീ ബാധിച്ചവർക്കായി ഫ്രഞ്ച് നിവാസികൾ തങ്ങളുടെ വീടുകൾ തുറന്നു കൊടുക്കുകയാണ്. ഏറ്റവും കഠിനമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഫ്രാൻസ് കടന്നുപോകുന്നത്. എല്ലാം കറുപ്പാണ് എന്ന അവസ്ഥ. സ്പെയിനിലും സ്ഥിതിഗതികൾ അത്യന്തം ഗുരുതരം. മാറുന്ന കാലാവസ്ഥ അതുതന്നെയാണ് ഏറ്റവും വലിയ വെല്ലുവിളി. സ്പെയിനിൽ കുതിച്ചുയരുന്ന താപനില തീയണയ്ക്കൽ കൂടുതൽ സങ്കീർണമാകുന്നു. കൂടുതൽ സ്ഥലങ്ങളിലേക്ക് തീ ആളിപ്പടരുമ്പോൾ എങ്ങനെ നിയന്ത്രിക്കണമെന്നറിയാതെ കുഴയുകയാണ് അധികൃതർ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.